ഹായ് ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രിപ്പ് കാസർഗോഡേക്കാണ്. വെറുതെ ഒന്നല്ല കേട്ടോ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്ക് ആദ്യം തന്നെ നമ്മൾ തലശ്ശേരിയിൽ റാറാബസിൽ കയറി അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ ലോലിപോപ്പും ഒക്കെ കഴിച്ചിട്ടായിരുന്നു നമ്മുടെ യാത്ര തുടങ്ങിയത്. കണ്ണൂരിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ബൈ റോഡ് പോയിട്ടേ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഭയങ്കര രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് എനിക്ക് ചെറിയ ഉറക്കമൊക്കെ വന്നു. കാറിനുള്ളിൽ ആ എ സിയുടെ തണുപ്പത്ത് പാട്ടും കേട്ട് കിടന്നുറങ്ങാൻ എന്നാ സുഖം. പക്ഷെ കൂടെ ഇരിക്കുന്ന ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അശ്വിനും ഉറക്കം വരും. അതുകൊണ്ട് ഇപ്പം ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് പിടിക്കും. പിന്നെ ഇടയ്ക്ക് ഒരു ബസ് നമ്മുടെ നേർക്കങ്ങിട്ട് വന്നു. ഞാൻ പേടിച്ചു പോയി, ശരിക്കും ഞാൻ പേടിച്ചു. നേരെ മുന്നിൽ വന്നിട്ടായിരുന്നു അവർ മാറി തന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എൻ്റെ ഉറക്കമൊക്കെ പോയി. ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി മഴയായിരുന്നു. പക്ഷെ ആ മഴയത്തോടുള്ള ഡ്രൈവ് അതും ഒരു ഫീലായിരുന്നു. പിന്നെ ഇടയ്ക്കൊരിടത്ത് വെച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് അഖിലിനെ മീറ്റ് ചെയ്തു. കുറച്ച് നേരം റോഡിൻ്റെ സൈഡിൽ നിന്ന് അവനുമായിട്ട് കത്തിയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ യാത്ര തുടങ്ങും. ഈ ലോങ് ജേർണി ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കാറിൻ്റെ മുന്നിലോ പിന്നിലോ ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ ഉള്ളപ്പോൾ അതൊരു പ്രത്യേക ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഹൈവേ കാസിൽ. ഇവിടെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഫുഡ് കഴിക്കാണ്. ഹംഗ്രി ആവുന്നുണ്ടോ ഫുഡ് കഴിക്കാൻ? തന്ന സമയത്ത് വല്ലതും കഴിച്ചോ? നീ ചിക്കൻ കഴിച്ചോ? ചിക്കൻ അതാണ് പ്രശ്നം. ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്യുമെന്ന് വിചാരിച്ചതായിരുന്നു നമ്മൾ. പക്ഷേ നമ്മൾ തലശ്ശേരിയിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഈ 1 മണിക്കായിരുന്നു. അതിനുശേഷം നമ്മളിവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 6 മണി 5:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വിശക്കുന്നതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. അവിടെ ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ ചൂട് ചായയും കട്ട്ലറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിറങ്ങി. പക്ഷേ അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് മോമോസ് മാത്രം വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ പോയി ചൂട് കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി. ആൻഡ് ഗസ് ദ റേറ്റ് ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിൽജിനേട്ടനും അനുവും നൈറും ഒക്കെ വന്നു ഹോട്ടലിലേക്ക്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ റെഡിയായിട്ട് ഒരു 9 മണിയായി കാണും നമ്മൾ ഹരിയുടെ വീട്ടിലേക്ക് പോയി. സോ എന്താണ് പരിപാടി എന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഹരിയുടെ കല്യാണമാണ്. ഇത് കല്യാണത്തലേന്ന് അവിടുത്തെ എല്ലാ ചടങ്ങുകളും തീർന്നപ്പോൾ ചെന്ന ഞങ്ങളുടെ കഥയാണ്. എന്തായാലും കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതേ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. നാളെ ഇനി കർണാടകയിലേക്കാണ് പോകേണ്ടത്. യെസ് ഗൈസ്, ദിസ് ഇസ് എ ഇന്റർ സ്റ്റേറ്റ് മാരേജ്. പക്ഷേ കുട്ടി മലയാളിയാണ് കേട്ടോ. അപ്പോൾ കല്യാണ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.